നിങ്ങളുടെ കുട്ടിയുടെ ഉയരം വർദ്ധിപ്പിക്കുവാൻ ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി കൊണ്ട് സാധിക്കുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. എല്ലാവർക്കും ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി കൊടുത്തുകൊണ്ട് അവരുടെ ഹൈറ്റ് വല്ലാതെ കൂടിക്കൊള്ളണമെന്നില്ല. ഉയരക്കുറവുള്ള കുട്ടികളിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ട്. അത്തരം കണ്ടീഷനുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഗ്രോത്ത് ഹോർമോൺ കൊടുക്കേണ്ടതുണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി അല്ലാതെ നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള കുട്ടികളിൽ, അതുപോലെ ചില ജനറ്റിക് സിൻഡ്രോംസ്, ടേണർ സിൻഡ്രോം, പ്രാദർ വില്ലി സിൻഡ്രോം തുടങ്ങിയ ചില ജനറ്റിക് ഡിസോർഡേഴ്സിൽ, അതുപോലെ ചെറിയ കുട്ടികളായി സ്മോൾ ഫോർ ജസ്റ്റേഷൻ ഏജ് പറയും, ചെറിയ കുട്ടികളായിട്ട് ജനിച്ച് ക്യാച്ചപ്പ് ഗ്രോത്ത് കിട്ടാത്ത കുട്ടികളിൽ, അവരിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ഉയരം അവർക്ക് കിട്ടേണ്ട ഒരു ഹൈറ്റിൻ്റെ 90% കിട്ടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ യഥാർത്ഥ കീ എന്ന് പറയുന്നത് റൈറ്റ് ടൈം എന്നാണ്. എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് ഇത്തരം ഇഞ്ചെക്ഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുക. അതായത് കുട്ടിക്ക് എപ്പോഴാണോ ഗ്രോത്ത് ഫോൾട്ടർ ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളോ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും. ഇതിന് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ആവശ്യത്തിന് കിട്ടും. രണ്ടാമത്തത് വെയിറ്റ് ബേസ്ഡ് ആണ് ഈ തെറാപ്പി. അപ്പം ചെറിയ പ്രായത്തിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ചെറിയ വെയിറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും കുറവായിരിക്കും. പിന്നീട് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടി വരും. അപ്പം ഇത് സാധാരണയായിട്ട് രാത്രികളിൽ ഇഞ്ചക്ഷനായിട്ടാണ് നമ്മൾ നൽകുക. എല്ലാ ദിവസമുള്ള ഇഞ്ചക്ഷനുകളും വീക്ക്ലി ആഴ്ചയിൽ ഒരിക്കലുള്ള ഇഞ്ചക്ഷനുകളും ഒക്കെ ഗ്രോത്ത് ഹോർമോൺ രൂപത്തിൽ ലഭ്യമാണ്. അപ്പം എപ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ ഹൈറ്റ് കുറയുക അല്ലെങ്കിൽ ഫോൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൃത്തിയായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന് കാരണങ്ങൾ കണ്ടെത്തുക, അത് ചികിത്സിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പലർക്കും ഗ്രോത്ത് ഹോർമോൺ വേണ്ടി വന്നേക്കാം, ചില ആളുകൾക്ക് അതല്ലാത്ത ട്രീറ്റ്മെൻറ്റുകളായിട്ട് മുന്നോട്ട് പോവുക. സോ ഏർലി ഇവാലുവേഷൻ ഇസ് ദ കീ. താങ്ക് യു. Stay healthy. Follow